നഷ്ടപരിഹാരത്തിന് യാചിച്ച് ഡൊണാൾഡ് ട്രംപ് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് ഇറാനാണ് വരുത്തിയത് എന്നതിനാൽ നഷ്ടപരിഹാരം വേണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ അടുത്ത ദിവസമാണ് ഇസ്ലാമാബാദിൽ വെച്ച് മധ്യസ്ഥർ ചേർന്നുകൊണ്ടുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിരിക്കുന്ന ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിനോടനുബന്ധിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് സൈനിക നഷ്ടമുണ്ടായിട്ടുണ്ട്, ടാങ്കറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കവചിത വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം പുറമെ തങ്ങളുടെ സൈനിക ബേസ് 5-ലധികം ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് പാടെ ഇറാൻ തകർത്തിരിക്കുന്നു. അത് പുനർനിർമ്മാണം നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള നാശങ്ങളും നഷ്ടങ്ങളുമായിട്ടാണ് തങ്ങൾക്കുണ്ടായത് എന്നതാണ് നഷ്ടപരിഹാരം വേണമെന്നത്. യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്നുള്ളതും നഷ്ടപരിഹാരം അവരാണ് നൽകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ UN സഭയെ സമീപിച്ചതിനോടനുബന്ധിച്ച് വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അങ്ങനെ പ്രശ്നപരിഹാരത്തിന് $300 മില്യൺ നഷ്ടം നൽകാൻ വേണ്ടി ഏറെക്കുറെ അമേരിക്ക സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച്, അതായത് ഇറാന് മുൻപിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ അമേരിക്കക്ക് വന്നുപെട്ടിരിക്കുകയാണ്. മുന്നേറാൻ പറ്റാത്ത വിധം തകർച്ചയാണ് അമേരിക്കക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അവരുടെ ആയുധത്തിൽ ഗണ്യമായിരിക്കുന്ന കുറവുണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അമേരിക്കയെ പോലെയുള്ള ഒരു സൂപ്പർ പവർ രാജ്യത്തിൻ്റെ കൈവശത്തിൽ സൈനിക ക്ഷയമുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ സാരമായിട്ട് ബാധിക്കും. കാരണം എപ്പോഴും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ശത്രു രാജ്യങ്ങൾ ചുറ്റുഭാഗത്തും ഉണ്ടാവാറുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അവരങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഒരു സൈനിക നഷ്ടം, ഒരു ആയുധ നഷ്ടം പോലും ഉണ്ടാവാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് നിൽക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പം അങ്ങനെ അതിന് സാധിക്കുന്നില്ല. അതോടുകൂടി പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ്: അമേരിക്കയെ പോലുള്ള ഒരു രാജ്യം മൂന്നാം ലോക രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ആ രാജ്യത്തോട് നഷ്ടപരിഹാരം ചോദിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനൊരു സംഭവം ഇതിനു മുൻപ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായ രീതിയിൽ തങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൈനിക സായുധ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ലോകത്തിന് മുൻപിൽ സമ്മതിക്കുന്നതും ഇതാദ്യമായിട്ടാണ്. അപ്പോൾ യുദ്ധത്തിൽ വൻ മുന്നേറ്റത്തോടുകൂടി ഇറാൻ ജയിച്ചു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ട നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് അപഹാസ്യമായിരിക്കുന്ന രൂപത്തിലാണ് ഈ വിഷയത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രതികരിച്ചത്. ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തി എന്ന് പറയുമ്പോൾ കാര്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാരം ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് പോലും ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്ന കാര്യം. ഈ യുദ്ധമുണ്ടാക്കിയത് ഇറാനല്ല, അമേരിക്കയും ഇസ്രായേലുമാണ്. അവരുണ്ടാക്കിയ യുദ്ധത്തിന് അവർ തന്നെ നഷ്ടപരിഹാരം ചോദിക്കുക എന്നുള്ളത് അതൊരു ഉചിതമായിരിക്കുന്ന പ്രവൃത്തിയല്ല എന്നുള്ളതും അമേരിക്ക തങ്ങളുടെ രാജ്യത്തിൻ്റെ വില നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന അഭിപ്രായപ്പെട്ടവരും വളരെ വളരെ കൂടുതലാണ്. രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ പ്രാധാന്യമായ രീതിയിൽ ഇറാൻ സംസാരിക്കുന്നുണ്ട്. അതിലൊന്ന്, ട്രംപുമായി ചർച്ചയില്ല, വാക്ക് പാലിക്കാത്ത ഒരു പ്രസിഡന്റ്, കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന ഒരു പ്രസിഡന്റ്, കൃത്യമായ രീതിയിൽ മധ്യസ്ഥരുടെ അഭിപ്രായം പോലും ശ്രവിക്കാത്തൊരു പ്രസിഡന്റ്. ഇങ്ങനത്തെ ഒരാളുമായിട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാളും നല്ലത് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 2029 അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും അമേരിക്കയുമായി നേരിട്ട് കൊണ്ട് ഇറാൻ ഒരു ചർച്ച നടത്തുക. അത്രയും കാലം പിടിച്ചു നിൽക്കാനും യുദ്ധമെങ്കിൽ യുദ്ധം ചെയ്യാൻ മാത്രം കരുത്തും ശക്തിയും നിലവിൽ ഇറാനുണ്ട്. അതുകൊണ്ട് ഇറാൻ ആ കാര്യത്തിൽ ഭയം ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാൻ്റെ അകത്ത് വ്യാപകമായ രീതിയിൽ സൈനിക കമാൻഡർമാർക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ കമാൻഡർമാരെ ആഡ് ചെയ്യുന്ന പ്രവൃത്തി ആത്മീയ നേതാവായിരിക്കുന്ന മുജത്തബ അലി ഖംനായി ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന അത്തരം വിഭാഗങ്ങളെ മാറ്റിക്കൊണ്ട് IRGCക്ക് കരുത്തുള്ള, എല്ലാ കാലത്തും അമേരിക്കയും ഇസ്രായേലുമായി ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന
ആളുകൾക്കാണ്, അല്ലെങ്കിൽ അത്തരം പദവി സ്ഥാനം വഹിക്കുന്നവരിലേക്കാണ് ഇപ്പോൾ കമാൻഡർ പോലെയുള്ള ഉന്നത പദവി സ്ഥാനം എത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം യുദ്ധം ഒന്നുകൂടി കഠിനമാക്കാനും യുദ്ധം ഒന്നുകൂടി ശക്തി ഉണ്ടാക്കാനും തീർച്ചയായിട്ടും ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുജ്തബ കംനായി കൊല്ലപ്പെട്ടു എന്നുള്ളതും വലിയ മാരകമായിരിക്കുന്ന പരിക്കാണ് എന്നുള്ളതും അദ്ദേഹം ഇനി സർക്കാരിൻ്റെ വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് സോഷ്യൽ മീഡിയയിലാണ് അത് പ്രചരിച്ചത് ആദ്യഘട്ടത്തിൽ. പിന്നീട് പത്രങ്ങൾ ഏറ്റെടുത്തു, പിന്നീട് മീഡിയകൾ ഏറ്റെടുത്തു. ആ മീഡിയകൾ ഏറ്റെടുത്ത് ഇസ്രായേലിൻ്റെ മീഡിയകളൊക്കെ പ്രാധാന്യത്തോടു കൂടി അതിന് റിപ്പോർട്ട് ചെയ്തതോടുകൂടി പടിഞ്ഞാറൻ മീഡിയകൾ അതും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നു. എന്നാൽ അതൊന്നും യഥാർത്ഥത്തിൽ വലിയ ഗുണപരമായി ഭവിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. എവിടെയും ലക്ഷ്യത്തിലെത്താത്ത രീതിയിലാണ് അതിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ പോലും അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ആ തരത്തിലാണ് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ഇടപെടലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തങ്ങൾ ഒരാൾക്കും മുഖം നൽകില്ലെന്നും തങ്ങളൊരാളെ ആക്രമിക്കില്ല, തങ്ങൾ ആക്രമിച്ചാൽ ഒരു രാജ്യത്തെ വിടുകയില്ല, അത് അമേരിക്ക ഇസ്രായേൽ എന്നല്ല ഏത് രാജ്യമാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി എന്ന് പറഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: $300 മില്യൺ ഇറാന് നഷ്ടപരിഹാരം അമേരിക്കയും ഇസ്രായേലും നൽകേണ്ടി വരും. പകരം അമേരിക്കയ്ക്ക് $1 പോലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനും പോകുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയത് അമേരിക്കയാണ്, ഇറാനല്ല. അവരാണ് യുദ്ധം തുടങ്ങിയത്, അവരാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുക, എന്നിട്ട് ആക്രമണം നടത്തിയതിന് ശേഷം ആ രാജ്യത്തോട് നഷ്ടപരിഹാരം ചോദിക്കുക, ഇത് എല്ലാം കൂടിയും ഒരേ ടീമിന് ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ പറഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ കാണുന്നു. ആ പരാമർശം ഇങ്ങനെയാണ്: ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, അത് വേണ്ടി വന്നാൽ ഇനിയും അതിന് തയ്യാറാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു റിപ്പോർട്ട് വന്നിരുന്നു, തങ്ങൾ ഇറാനെ ഏത് നിമിഷം ആക്രമിക്കുമെന്ന്. അതിന് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് തങ്ങൾ എപ്പോഴോ അതിന് തയ്യാറാണ് എന്നുള്ളത്. ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ ആക്രമിക്കാതെ തന്നെ ഇറാൻ ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറി എന്ന് പറയാനുള്ള കാര്യം, അമേരിക്ക ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം ഇങ്ങോട്ട് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടത്. രണ്ടാം ലോക യുദ്ധത്തിൽ സമാനമായിരിക്കുന്ന മറ്റൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ജൂതന്മാർ ജർമ്മനിയോട് ആവശ്യപ്പെട്ടത്. അതിനൊരു ന്യായം ഉണ്ടായിരുന്നു. വംശീയ നാശം വരുത്തിയിട്ടുണ്ട് അഡോൾഫ് ഹിറ്റ്ലർ, അതിനാൽ തങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു അവർ ആവശ്യപ്പെട്ടത്.